വെൽക്കം ടു DsFashion. ഇന്ന് നമ്മൾ ഈ കുഞ്ഞു ബോട്ടിൽ വെച്ചിട്ടാണ് ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വാൽപുട്ടി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ക്ലേ പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബോട്ടിൽ മിൽമയുടെ ഫ്ലേവേർഡ് മിൽക്കിൻ്റെ ബോട്ടിലാണ്. ഈ സൈസിലുള്ള മരുന്ന് കുപ്പിയോ അല്ല ആപ്പി ഫിസിൻ്റെ ബോട്ടിലോ ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. ക്ലേ ഈ രൂപത്തിൽ കുഴച്ചെടുക്കണം. ഇനി അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കുപ്പിയുടെ ഇത് മൂടാം. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ യൂസ് ചെയ്തിട്ടായാലും ചെയ്യാവുന്നതാണ്. ബോട്ടിലിൽ ഒട്ടിക്കാനായിട്ട് നമുക്ക് പശയൊന്നും ആവശ്യമില്ല. കുറച്ച് വെള്ളം ഇങ്ങനെ തടവി വയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം. അത് ഒട്ടി നിന്നോളും. ഇനി ഇതേപോലെ കുറേ ലെയേഴ്സ് ഉണ്ടാക്കി ബോട്ടിൽ കവർ ചെയ്യാം. നമ്മൾ ഈ ക്ലേക്ക് ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ ഒരു റഫ് സർഫസ് പോയി സ്മൂത്താവും. ഇങ്ങനെയാവും. ഇനി നമുക്ക് ഹെഡ് ഉണ്ടാക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. ഷേപ്പ് ചെയ്തിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാലുണ്ടാക്കാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തതായി ചെവി ഉണ്ടാക്കാം. ഇനി അടുത്തതായി പാദം റെഡിയാക്കാം. ഒരു കത്തി കൊണ്ട് വിരലുകൾ റെഡിയാക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് കാല്. കുറച്ച് വെള്ളം തേച്ചിട്ട് നമുക്ക് ഈ കാല് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഈ പാദം ഫുൾ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇതിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നോസ് ഉണ്ടാക്കാം. കുറച്ച് വാൽപുട്ടി തേച്ചിട്ട് വാല് അറ്റാച്ച് ചെയ്ത് വെക്കാം. റാബിറ്റിൻ്റെ ഫേവറേറ്റ് ക്യാരറ്റ് ഉണ്ടാക്കാം. ഞാനിതിൽ കത്തി മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ക്ലേ മോഡലിംഗ് ടൂൾസ് അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം.
ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഐ ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. ഐബോൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വായ ഒന്ന് നമുക്കൊരു ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെവി വയ്ക്കാം. എല്ലാത്തിലും വാൽപുട്ടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. കുറച്ച് ഒന്ന് പിടിച്ച് നിൽക്കണം ഉണങ്ങുന്നവരെ. ഉണങ്ങിയെടുത്തിട്ടുണ്ട് നമ്മുടെ റാബിറ്റ്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഹാർഡ് പോർഷൻസൊക്കെ റബ്ബ് ചെയ്ത് കളയാം. അൺഈവനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ കുറച്ചുകൂടെ ഷൈനിങ് കിട്ടും. ഇനി ഐബോൾ ബ്ലാക്ക് കളർ ആക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒട്ടിക്കാം. ഐലിഡ്സ് വയ്ക്കാം. കത്തി കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വൈറ്റ് അക്രിലിക് അടിക്കാം. ഐസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണേ. ചെറുതായിട്ട് വൈറ്റ് ഡോട്ടും കൂടെ കൊടുക്കാം. പിങ്ക് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഓറഞ്ച് അക്രിലിക് ക്യാരറ്റിന് കൊടുക്കാം. നമ്മുടെ റാബിറ്റ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും കൂട്ടുകാരൊത്ത് ഷെയർ ചെയ്യുക. റാബിറ്റ് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഷോക്കേസിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.